സാധാരണ നോമ്പിൽ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ പുതുക്കുവാൻ, രൂപാന്തരപ്പെടുത്തുവാനൊക്കെ നമ്മൾ സമയം കണ്ടെത്താണ്. നാം ഇത് അറിയുന്നത് ഒത്തിരി മീഡിയ വഴിയൊക്കെ നാം കാണുന്ന കാഴ്ചകളും എങ്ങനെയാണ് നോമ്പ് നടക്കുന്നത്, എവിടെയാണ് നടക്കുന്നത്. എന്നാൽ നോമ്പിൻ്റെ ചില കാണാ കാഴ്ചകൾ എന്ന് പറയുന്നത് പരിശുദ്ധ സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ നമ്മൾ കാണുന്നത് വളരെ നിശബ്ദതയോടുകൂടെ അധികമാരും അറിയപ്പെടാതെ നമ്മളിലേക്ക് തന്നെ ചില രൂപാന്തരത്തിന് വേണ്ടി അഥവാ റിന്യൂവലിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്ന ഭാഗമാണ്. നാം പൂർണ്ണമായി മാറ്റപ്പെടേണ്ടുന്ന ചില സാധ്യതകൾ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഒരു പക്ഷേങ്കിൽ നമ്മുടെ ആരാധനാ ഭാഗത്തൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആരാധനാ പാരമ്പര്യത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മളോട് പറയുന്ന ഒരു ഭാഗം നോമ്പിൻ്റെ 40 ദിനങ്ങളിലുള്ള ഒരു വ്യത്യസ്തമായ മുഖങ്ങളെ പറ്റിയാണ്. അതുകൊണ്ടാണ് മോർ അഫ്രൈം പാടുവാൻ ശ്രമിച്ചത് 40 ദിവസം മോശയും ഏലിയാവും നോമ്പ് നോറ്റു, നമ്മുടെ കർത്താവും 40 ദിവസം നോമ്പ് നോറ്റു എന്ന്. സത്യത്തിൽ ഈ ഓരോ 40 ദിനത്തെയും നോമ്പിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആഴങ്ങളിൽ നമുക്ക് പോകുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മോശ നോക്കിയ 40 ദിവസത്തെ നോമ്പിനെ പറ്റിയാണ്. ഇതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏലിയാവിൻ്റെ 40 ദിവസം നോക്കിയ നോമ്പിനെ പറ്റി ഞാൻ ഒരിക്കൽ നമ്മുടെ ദേവാലയത്തിൽ പ്രസംഗിക്കുകയുണ്ടായി. അതെൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മോശയെ പറ്റിയുള്ള 40 ദിവസത്തെ നോമ്പിനെ പറ്റി. അച്ഛൻ ഇനിയും എന്നെ വിളിക്കുകയാണെങ്കിൽ യേശു നോക്കിയ നോമ്പ് 40 ദിവസത്തേക്കുള്ളത് നമുക്ക് കേൾക്കാം. അപ്പോൾ എന്നെ വിളിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. മോശ എത്ര ദിവസമാണ് നോമ്പ് നോക്കുന്നത്? 40 ദിവസം നോമ്പ് കൃത്യമാണേ, സംശയമൊന്നുമില്ലല്ലോ. സംശയമുണ്ടോ? ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അറിയാൻ അത് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നല്ലേ. ലോക്ക് ചെയ്യണ്ടേ? വേണ്ട അല്ലേ? ലോക്ക് ചെയ്യണ്ടെന്നാ പറയുന്നത്. ലോക്ക് ചെയ്യണ്ടേ എന്നുള്ള ഭാഷയൊക്കെ പുതിയ ഭാഷയല്ലേ. കുഞ്ഞിനൊക്കെ ഇതൊന്ന് നന്നായിട്ടുള്ള ഭാഷയാണ്. കാരണം ഞാനിപ്പോഴും എനിക്ക് തോന്നുന്നു ഈ തന്തവൈബിൻ്റെ ആളാണ്. ജെൻസി ആയിട്ട് ഇരിക്കുന്നതൊക്കെ. ഞാൻ ഇവിടെ നിന്ന് പോകുന്ന ഒരു പള്ളിയിൽ ഈ നാളെ മുതൽ ധ്യാനമുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇന്നലെ അവർ ആ ധ്യാനത്തെ പറ്റി ഫേസ്ബുക്കിൽ ഇടുകയുണ്ടായി. ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാം. അതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് ഓൾ ജെൻസി ആർ ഇൻവൈറ്റഡ്. ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഇരിക്കാറ്. ഓൾ ജെൻസി പോലെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? ജനറേഷൻ സി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുത്തെ അച്ഛനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു, അപ്പോൾ തന്തവൈബ്സ് ഒന്നും വരണ്ടേ എന്നാണ് അർത്ഥം. നിങ്ങൾ വിചാരിക്കും ഈ ഭാഷയൊക്കെ ഇവിടെ നല്ല ഇത് നമ്മൾ ഈ പ്രായമുള്ളവരെ പറ്റി ആയിട്ട് പറയുന്നതാണ് തന്തവൈബ്സ് എന്നൊക്കെ പറയുന്നത്. എന്താണെങ്കിലും മോശയുടെ ഈ നോമ്പിനെ പറ്റി നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 40 ദിവസം നോമ്പ് നോറ്റു, നമ്മുടെ കർത്താവ് നോറ്റു എന്ന് മോർ അഫ്രൈം അത് എഴുതിയപ്പോൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് അവസാനം പറയാം. എന്നാൽ മോശ നോമ്പ് നോറ്റതിനെ പറ്റി വളരെ ക്വിക്കായി പറഞ്ഞ് അതിൻ്റെ കാരണം നാം ജീവിക്കുന്ന സാഹചര്യത്തോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ച് അവസാനിപ്പിക്കാം. നോമ്പിനെ പറ്റി സാധാരണ പറയുമ്പോൾ നമ്മൾ എന്താണ് നോമ്പെന്ന് ചോദിച്ചാണ് പറയേണ്ടത്. പക്ഷെ 25 ദിവസം ആകുമ്പോൾ ഇനി നോമ്പ് എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം നോമ്പ് എന്താണ്. നോമ്പെന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് ലെൻസ്? ലെന്റ് എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ഇസ് നോമ്പ് എന്നാണ്. നോൺ വെജ് കഴിക്കുക. നോൺ വെജ് എന്താണോ കഴിക്കാതിരിക്കുന്നത് അതിനാണ് നോമ്പെന്ന് നമ്മൾ സാധാരണ പറയുന്നത്. പുരുഷന്മാർ സ്ത്രീകൾ നമ്മളെല്ലാവരിലേക്ക് ആയിത്തീരുകയാണ്. അത് കഴിക്കുമോ, ഇത് കഴിക്കുമോ, അല്ലെങ്കിൽ 10 ദിവസം കഴിച്ചാൽ മതി, 20 ദിവസം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇതിനൊക്കെ ഒത്തിരി ക്രമീകരണങ്ങളുണ്ട്. നോമ്പ് ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗം. ആചാരവും അനുഷ്ഠാനവുമാണ് മനുഷ്യ സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. മതങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതം പഠിച്ചാൽ അറിയാം. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കൂടികൾ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോയത്. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളാണ് കഴിഞ്ഞ 2000 വർഷമായിട്ട് ഈ സഭയെ ഇങ്ങനെ നിലനിർത്തുന്നത്. അത് അത്യാവശ്യമായിരിക്കുമ്പോൾ തന്നെ അതിനുള്ളിലുള്ള ചില ജീവനൊക്കെ നമുക്ക് മറന്നു പോകാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കെപ്പോഴും my children are going to talk about a story. Would you like to listen to a story? നമ്മുടെ ഒരു പുതിയ ജീവിതക്രമത്തിൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നത് നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ നോമ്പെന്ന് പറഞ്ഞാൽ
പോലുള്ള അനുഷ്ഠാനങ്ങളുടെയും കോർ എന്താണെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകാം. കോർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും ഫലങ്ങൾ ഭക്ഷിക്കുന്നവരാണ്. മാങ്ങയുടെ സീസണായ ഇവിടെ മാങ്ങയുടെ സീസണായ നമ്മൾ സാധാരണ ഒരു മാങ്ങ വാങ്ങി എന്താ കഴിക്കുന്നത്, എന്താ ചെയ്യുന്നത്? നമ്മൾ മാങ്ങ വാങ്ങുന്നു, അതിന്റെ പുറത്തോട് ചുറ്റി കളയുന്നു, പിന്നെ എന്ത് കഴിക്കും? അതിന്റെ മാംസം കഴിക്കുന്നു, അതിന്റെ സീഡെടുത്ത് കളയുന്നു. അപ്പൊ ഈ കഴിക്കുന്ന മാംസം എത്ര നേരം നിൽക്കും നമ്മുടെ ദേഹത്ത്? പെട്ടെന്ന് അത് മലപ്പുറയിലേക്ക് പോകും അല്ലെ? നമ്മളെടുത്ത് കളയുന്ന മാങ്ങാണ്ടി എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു മാങ്ങയുടെ ജീവൻ ആണ് മാങ്ങാണ്ടി അല്ലേ? നമ്മൾ ജീവനായിരിക്കുന്നത് എടുത്ത് കളയുകയും ചെയ്യും, ഒരു ദിവസത്തേക്കുള്ളത് കഴിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നാളെ മുതൽ നമ്മൾക്ക് മാങ്ങ വെച്ചത് കഴിക്കണം അതല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും കോർ എന്താണെന്നുള്ള ജീവിതത്തിന്റെ കോർ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നോമ്പിനെ പറ്റി പറയുന്ന ഒരുപാട് ഭാഗങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും അതൊന്നും എടുക്കുന്നില്ല. ഈ മോശയുടെ നോമ്പിനെ പറ്റി അദ്ദേഹം എന്താണ് ചിന്തിച്ചതെന്നുള്ളതിന്റെ കോർ ഒന്ന് നോക്കി അതിലൂടെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരാനായിട്ട് ശ്രമിക്കാം. അത് പറഞ്ഞിരിക്കുന്നത് ആവർത്തന പുസ്തകത്തിലാണ്. ആവർത്തന പുസ്തകത്തിന്റെ 9-ാമത്തെ അധ്യായം തുടങ്ങുന്ന ഇസ്രായേലേ ഇത് കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മോശയോട് ദൈവം കൽപ്പിക്കുന്നതിനെ പറ്റി പറഞ്ഞിങ്ങനെ തുടങ്ങിയാണ്. 9-ാമത്തെ അധ്യായത്തിന്റെ 10-ാം വാക്യം ഇങ്ങനെ വായിക്കും. അപ്പൊ ഇങ്ങനെയാണ് വായിക്കുന്നത്. 10-ാം വാക്യം: ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ 2 കൽപ്പന കർത്താവ് എന്റെ കൈവശം തന്നു. മഹായോഗം ഉണ്ടായിരുന്ന നാൾ ദൈവം പർവ്വതത്തിൽ വെച്ച് തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത സകല വചനങ്ങളും അവയിൽ എഴുതിയിരുന്നു. അപ്പൊ ദൈവത്തിന് മനുഷ്യനോട് എന്തോ സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പൊ ദൈവത്തിന് മനുഷ്യനോട് സംസാരിക്കാനുള്ളത് എന്താണെന്ന് ഉള്ളത് എഴുതി. ഈ ദൈവം എങ്ങനെയാ മനുഷ്യനോട് സംസാരിക്കുന്നത്? എങ്ങനെയാ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത്? By praying. Of course, how? God tells us certain things and which is written. Why it is written? സാധാരണ എഴുത്തുകൾ എന്തിനാണ് എഴുതുന്നത്? ഓരോന്ന് എഴുതി വെക്കുന്നതിന്റെ കാരണം എന്താണ്? പഴയ കാലത്ത് വാമൊഴിയായിരുന്നു. വാമൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് ടു മൗത്ത് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതേ നമുക്കത് ശരിക്കറിയാം അല്ലേ? ഒരു കാര്യം കേട്ടാൽ എങ്ങനെ മറ്റൊരാൾക്ക് പറയേണ്ടത് നമുക്കറിയാം. നമ്മളെ സ്ഥിരം അത് പ്രാക്ടിക്കലായിട്ട് നമുക്കറിയാം. നമ്മളെ ഒരാൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നേ അടുത്ത ആളോട് ഫോൺ ചെയ്യുന്നു, അടുത്ത ആൾ വേറൊരാളോട് ഫോൺ ചെയ്തു. ആദ്യം പറഞ്ഞതായിരിക്കണമെന്നില്ല അവസാനം കിട്ടുന്നത്. അതുകൊണ്ട് ഒരു നാൾ ദൈവം ചിന്തിച്ചു, ഇങ്ങനെ ഈ ദൈവം പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാകാത്തത് കൊണ്ട് അതങ്ങ് എഴുതി കൊടുക്കാൻ മതി. അങ്ങനെയാണ് 10-ാം വാക്യം നമ്മളോട് പറയുന്നത്. എന്ത്? ദൈവം കൽപ്പനകളെ ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പനകൾ കർത്താവ് എന്റെ വശം തന്നു. മഹായോഗം ഉണ്ടായിരുന്ന നാളിൽ ദൈവം പർവ്വതത്തിൽ വെച്ച് തീയുടെ നടുവിൽ നിങ്ങളോട് അരുളി ചെയ്ത സകല വചനവും അവയിൽ എഴുതിയിരുന്നു എന്ന് പറയുമ്പോൾ ഈ കൽപ്പന വാങ്ങണമെങ്കിൽ, അതായത് ദൈവത്തിന്റെ കൽപ്പന തിരിച്ചറിയണമെങ്കിൽ എന്താണ് വേണ്ടതെന്ന് 9-ാം വാക്യത്തിൽ പറഞ്ഞിട്ടാണ് അത് പറയുന്നത്. 9-ാം വാക്യം എന്താ പറയുന്നത്? താൻ നിങ്ങളോട് ചെയ്ത നിയമത്തിന്റെ പലകളായ കൽപ്പനകളെ വാങ്ങുവാൻ ഞാൻ പർവ്വതത്തിൽ കയറി 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു. ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ. ഒന്നാമത് നോമ്പിന്റെ അടിസ്ഥാനമുള്ള പറയുന്നത് ദൈവത്തിന് മനുഷ്യനോട് സംസാരിക്കുവാനുള്ളത് എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ചില ആചാരങ്ങളൊക്കെ വേണം. നമ്മളെ തന്നെ ഒന്ന് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുന്നത് പോലെ മതി. കൺട്രോൾ ചെയ്യുന്ന കാര്യമൊന്നുമില്ല. കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗ് അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കാം. പക്ഷെ എന്നാലും നമ്മൾ പറയുന്നത് ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് കേൾക്കണമെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് നിശബ്ദമായിട്ട് പർവ്വതത്തിന്റെ മുകളിലിരിക്കണം. പർവ്വതത്തിന്റെ മുകളിൽ എന്നൊക്കെ പറയുന്നതിന് ഒരുപാട് അതിനൊക്കെ ഒരുപാട് ആശയങ്ങളുണ്ട്. എന്താണ് ഇന്നത്തെ ആധുനികതയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ നിശബ്ദമാകുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നിശബ്ദരാക്കുവാൻ ഒരുപാട് ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നിശബ്ദരാകുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്നോട് ഒരു യുവാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ കുർബാന കഴിഞ്ഞിട്ടേ പള്ളിയിൽ വരുന്നുള്ളൂ. ഞാൻ ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ. അങ്ങനെ പറഞ്ഞ ഒരാളുണ്ട്. ഞാൻ വെറുതെ പറയുന്നത്, ഞാൻ കുർബാന ചൊല്ലി അച്ഛനാണ് പറയുന്നത്. കുർബാന കഴിഞ്ഞ് പള്ളിയിൽ വരണം, എന്നിട്ട് വേണം എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ. കാരണം എന്താ? ഒന്നാമത് അദ്ദേഹത്തിന്റെ ആഴത്തിൽ മനസ്സിലാക്കുക, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വിചാരിച്ചത് നിങ്ങൾ എടുത്തോണ്ട് പോരുത്. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നാം ആചരിക്കുന്ന ആചാരങ്ങളുടെ ഇടയിൽ
നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ സമയം കിട്ടുന്നില്ല. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലാതെ കുർബാന തെറ്റാണെന്ന് ഉദ്ദേശിക്കുവാനായിട്ടല്ല. പലപ്പോഴും ഒന്ന് പോയി അവിടെ ഇരിക്കുവാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ വേളാങ്കണ്ണിപ്പള്ളി പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം. വേളാങ്കണ്ണിപ്പള്ളി ഇനി പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാം. അവിടുത്തെ മെയിൻ പള്ളിയുടെ ഒരു ഒരു പോസ്റ്റ് അവിടെ ഉണ്ട്, ബില്ല് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് എഴുതിയിരിക്കുന്നതാണ് കീപ് ക്വയറ്റ്, മിണ്ടാതെ. പിന്നെ മലയാളത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? നിശബ്ദരാണ്. പക്ഷെ ആ രണ്ട് വാക്കുകളുടെ അർത്ഥം അത്ര സുഖകരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഹിന്ദിയിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങൾ ഇനി പോകുമ്പോൾ മറക്കാതെ വായിച്ചിരുന്ന ഫോട്ടോ എടുത്തിട്ട് ഒന്നുകിൽ അയച്ചു തന്നാൽ ഞാൻ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കും. അവിടെ ഇരിക്കുന്നത് ഇങ്ങനെയാണ്: ശാന്തി സെരഹോ. ശാന്തി സെരഹോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ശാന്തമായിട്ടൊന്ന് ഇരിക്കണം കുറച്ച് സമയം അവിടെ ദേവാലയത്തിലൊക്കെ വന്ന്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ദേവാലയങ്ങളൊക്കെ തുറന്ന് കുറച്ച് സമയം ഇടുകയും നിങ്ങൾ വല്ലപ്പോഴും തനിയെ പോയി അവിടെ ഇരുന്നാൽ തനിയെ ധ്യാനിക്കുവാനെന്ന് പറഞ്ഞാൽ ആ സമയം ചെലവഴിക്കാനായിട്ട് പ്രേരിക്കാം. ഒന്ന്, ദൈവത്തിന്റെ കൽപ്പന തിരിച്ചറിയുവാനായിട്ട് നമ്മൾ ധ്യാനിക്കണം. എത്ര ദിവസം? 40 ദിവസം ധ്യാനിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ അതിനോട് ചേർത്ത് വെച്ച് തുടർന്ന് പറഞ്ഞു പോകട്ടെ. ഈ ദൈവത്തിന്റെ കൽപ്പന എന്തായിരുന്നു? നമുക്കറിയാം 10 കൽപ്പനകളാണ് പറയുന്നത്. 10 കൽപ്പന എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാൽ 10 കൽപ്പന അതിന്റെ ആദ്യത്തെ 2 ഭാഗം, 1ഉം 2ഉം നാം ദൈവത്തോടുള്ള നമ്മുടെ ഒരു പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ആണ്. ബാക്കി 8 വരുമ്പോൾ അത് ആക്ഷനാണ്. എന്താണ് ആക്ഷൻ? നമ്മൾ എങ്ങനെയാണ് നോമ്പ് അനുവർത്തിക്കുന്നത്, ദൈവത്തിന്റെ കൽപ്പന ആചരിക്കേണ്ടതെന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ലോകത്തിലുള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്നാണ്. ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം. ദൈവം ഇങ്ങനെ കൽപ്പന കൊടുക്കുവാൻ കാരണം എന്തായിരിക്കും? നിന്റെ ദൈവമായ യഹോവയല്ലാതെ നിനക്ക് കർത്താവല്ലാതെ വേറെ കർത്താവ് ഉണ്ടാകരുതെന്ന് പറയണമെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നല്ലേ എന്റെ അർത്ഥം? അല്ലേ? നീ കൊല ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരുന്നു? നീ വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാരം ചെയ്തിട്ടുണ്ടല്ലേ? മോഷ്ടിക്കരുതെന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഇത് മെമ്മറിയിൽ നിൽക്കുന്നില്ല. നമ്മുടെ മെമ്മറി കുറഞ്ഞു പോയി. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടില്ല, നമ്മുടെ മൊബൈലില് പഴയതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് മെമ്മറി കൂട്ടുന്ന പരിപാടി ഉണ്ടല്ലോ. മെമ്മറി കൂട്ടിയിട്ട് കാര്യമില്ല. ആദ്യത്തെ നിലനിന്നാൽ മാത്രമേ ഇത് മുമ്പോട്ട് പോവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം ഈ ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, ഇനിയത്തെ ശ്രദ്ധിച്ചു കേട്ടോ, ഇത്രയും നേരം പറഞ്ഞ കഥയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു മനുഷ്യനെ. എന്തോ പ്രതീക്ഷിച്ചത്? ദൈവം ആദമിനെയും ഹവ്വയെയും ലോകത്തിൽ സൃഷ്ടിച്ചു. അവർ തെറ്റ് ചെയ്തു. പിന്നെ ദൈവപുത്രൻ വന്നു. അവർ തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ദൈവപുത്രൻ വരുമായിരുന്നോ? ഇല്ല. ആൻസർ എന്ത് പറയുന്നു? പ്രായമുള്ളവർക്ക് എന്ത് തോന്നുന്നു? മനുഷ്യൻ തെറ്റ് ചെയ്തില്ലായിരുന്നു, ആദം ഹവ്വയും തെറ്റ് ചെയ്തില്ലായിരുന്നു, ദൈവം ഭൂമിയിൽ വരുമായിരുന്നു, കർത്താവ് തൃത്വത്തിൽ ഭൂമിയിൽ വരുമായിരുന്നു. ഇനി ഇന്ന് ഒരു കുഞ്ഞാണ്. ഇന്ന് പള്ളിയിൽ വന്ന് ഞാൻ അച്ഛൻ്റെ പള്ളിയിലാണ് പോയത്. അവിടെ ആ ഒരു കുഞ്ഞിനും നമ്മള് കുർബാന കൊടുക്കുന്ന സമയത്ത് വേറൊരു പാട്ട് പാടി. ഏതാ പാടിയത്? എന്ന് പറഞ്ഞാൽ പറുദീസ ആദം ഹവ്വ എന്നിവരെ സൃഷ്ടിക്കുന്നതിന് മുമ്പാണോ ഏദൻ തോട്ടം ഉണ്ടാക്കിയത്, അതോ ഏദൻ തോട്ടം ഉണ്ടാക്കിയതിന് ശേഷമാണോ ആദം ദൈവം? ആ ഏദൻ തോട്ടത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു? പ്രത്യേകം ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? എന്തോ എല്ലാ ട്രീ ഉണ്ടായിരുന്നു. ലോകത്തുള്ള എല്ലാ ട്രീ ഉണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. പക്ഷെ അതിലൊരു പ്രത്യേക ട്രീയെ പറ്റി പറഞ്ഞത് ഏതാ? ട്രീ അറ്റ് ദ സെന്റർ. Tree at the center. Knowledge is coming up, but the most important tree is the tree at the center. ആ ട്രീയുടെ പ്രത്യേകത എന്താണ്? അത് എന്തിന്റെ നിഴലായിരുന്നു? എന്തിന്റെ നിഴലായിരുന്നു? എല്ലാവരും കളയാൻ പോലെ മോക്കാൽ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ. ഞാൻ ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ട് വേണം അവന് ഉത്തരം പറയാൻ. I am asking, there are 2 trees which is mentioned in the Bible especially, but the tree at the center was something different. നന്മ തിന്മകളെ പറ്റി തിരിച്ചറിയുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ എന്തോ നിങ്ങൾ ദൈവത്തെ പോലെ ആകുന്നവർ. ആ ഭാവം ഇങ്ങനെ പറയാൻ ഒത്തിരി സമയമെടുക്കും. പക്ഷെ കർത്താവ് പറയാണ്, അല്ലെങ്കിൽ ആത്മാവോ അതിന്റെ അവിടെ തന്നെ പറയാണ്, മറ്റൊരു വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു. അതേതായിരുന്നു?
ജീവന്റെ പുല്ല്. അത് ആരെ കാണിക്കുന്നതാണ്? പറുദീസയിലാദാം രുചി നോക്കിയതല്ല, നോക്കാത്ത ഫലം ഇതിനകത്തുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആദമും ഹവ്വയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ സൃഷ്ടിയിൽ ദൈവത്തിന്റെ തൃത്വത്തിൽ ഒരുവന്റെ സാന്നിധ്യം ഈ സൃഷ്ടിയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം സൃഷ്ടിയിൽ ഉണ്ടാകുവാനുള്ള കാരണം ദൈവം സ്നേഹമായിരുന്നതിനാൽ ആ സ്നേഹത്തെ തുടർന്ന് സൃഷ്ടിയിലേക്ക് നൽകിയെന്നാണ്. അപ്പൊ ദൈവ സ്നേഹത്താലാണ് ദൈവ സൃഷ്ടി നടത്തിയത്. ആ സൃഷ്ടിയിൽ ദൈവഹിതമല്ലാതെ എന്ത് ചെയ്തോ അതാണ് തിന്മയായി ഭവിച്ചതെങ്കിൽ അത് മനുഷ്യൻ മറന്നുപോയിക്കൊണ്ടേ ഇരുന്നപ്പോഴാണ് എഴുതി വെക്കാനായിട്ട് ശ്രമിച്ചത്. കൽപ്പനയെ പറ്റി ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? അത് എഴുതി വെച്ചുവെങ്കിൽ ആ എഴുതി വെച്ചത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ, ഉണ്ട് എന്നുള്ളത് കൊണ്ട് കാര്യമില്ല, തിരിച്ചറിയണമെങ്കിൽ നാം എന്ത് ചെയ്യണം? 40 ദിവസം രാവും പകലും ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ, തിരിച്ചു പറഞ്ഞാൽ നോമ്പെന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചറിവിനുള്ള സമയം. നോമ്പ് എന്തിനുള്ളതാണ്? തിരിച്ചറിവ്. എന്ത്? ഈ കൽപ്പനകളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യുവാൻ, കൽപ്പനകളിലൂടെ യാത്ര ചെയ്യുവാനുള്ള സാധ്യതയാണ്. ഞാൻ പെട്ടെന്ന് പറയുന്നത്, സമയത്തിന് കുറവുള്ളത് എനിക്കറിയാം, നിങ്ങൾ എല്ലാവരും വിശന്നിരിക്കുവാണെന്നും. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരിക, നമുക്ക് അവസാനം കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചെയ്ത നിയമത്തിന്റെ ഫലങ്ങളായി കൽപ്പനകളെ വാങ്ങുവാൻ ഞാൻ പർവ്വതത്തിൽ കയറി 40 രാവും 40 പകലും താമസിച്ചു. ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തിരുന്നില്ല. അപ്പൊ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നു. പക്ഷെ അതിന്റെ അർത്ഥം ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യുകയില്ല എന്നുള്ളത് ഇപ്പോൾ നാം വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ ചില വ്യത്യാസങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാണെങ്കിൽ ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. എന്നാൽ ഈ കൽപ്പനകളുമായിട്ട് മോശ ഇറങ്ങി വന്നപ്പോൾ എന്താ താഴെ സംഭവിച്ചുകൊണ്ടിരുന്നത്? 12-ാം വാക്യം, നീ എഴുന്നേറ്റ് വേഗം അവിടെ ഇറങ്ങിച്ചെല്ലുക. നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ അശുദ്ധമാക്കി ഞാൻ അവരോട് കൽപ്പിച്ച മാർഗം വേഗം വിട്ടുമാറി ഒരു വിഗ്രഹം വാർത്തുണ്ടാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. എന്താ ഇവിടെ പറയുന്നത് അറിയാമോ? പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? കൽപ്പനകൾ എന്താണ് മനുഷ്യൻ പാലിക്കേണ്ടതെന്ന് പറഞ്ഞത് കൽപ്പനകൾ എഴുതിക്കൊണ്ട് മോശ താഴേക്ക് വരുമ്പോൾ താഴെ ആ എഴുതിയതിന്റെ 1-ാം ഖണ്ഡം തന്നെ വിഭജിച്ചുകൊണ്ട്, അഥവാ അതിനെ തെറ്റിച്ചുകൊണ്ട് ആളുകളോട് നിൽക്കുകയാണ്. മോശ എന്ത് ചെയ്തു? നമുക്കറിയാം, എറിഞ്ഞു കളഞ്ഞു, കൽപ്പന പൊട്ടിപ്പോയി. ഇനി നമ്മൾ വായിക്കുന്നത് 23-ാം വാക്യം, 23 അല്ല 24-ാം വാക്യം. 24-ാം ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ ദൈവത്തോട് മത്സരികളായിരുന്നു. ദൈവം നിങ്ങളെ നശിപ്പിക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ വീണ്ടും 40 പകലും 40 രാവും വീണ്ടും. മോശ എത്ര ദിവസം നോക്കിയതാ? 40. ബെറ്ററായി. അവിടെ നോക്കിയാമല്ലോ അല്ലേ? പിന്നെ ഒരു 40 നോക്കി. കാര്യം എന്നറിയോ? കാര്യം മോശ പിന്നീട് മനസ്സിലാക്കുന്നത് എന്താണ്? 1, മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്നും 2, അവൻ ജനത്തിന്റെ നേതാവായിരുന്നപ്പോൾ അവൻ ജനത്തിനു വേണ്ടി ദൈവത്തോട് സംസാരിക്കുവാനായും തന്നെ നോമ്പിലേക്ക് നയിക്കണം. അതുകൊണ്ട് ആര്? ജനത്തിന്റെ നേതാവായിരിക്കുന്നവർ എന്ത് ചെയ്യണം? അതുകൊണ്ട് നോക്കേണ്ട വേറെ ആരാ? 40 ദിവസം അച്ഛന്മാർ. അച്ഛന്മാരെ നോക്കണം, ബാക്കി ആരും നോക്കണം വേണോ? കാരണം ജനത്തെ നന്നാക്കാൻ വേണ്ടി അച്ഛന്മാര്. ഇപ്പൊ നമ്മളൊക്കെ ആരാണ്? നിങ്ങളൊക്കെ പത്രോസ് പറയുന്നത് നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ആരാണ്? അംബാസിഡേഴ്സായി നമ്മളായിരിക്കുക. അതുകൊണ്ട് നമ്മൾ രണ്ടാമത് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈ ലോകം ദൈവത്തോട് ചേർന്നിരിക്കാൻ, അനുരൂപപ്പെടുവാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? നോക്കണം. ഇതാരാ നമ്മളോട് പറഞ്ഞതെന്ന് അറിയാമോ? ഈ ലോകത്തിന്റെ പ്രതിസന്ധികളിൽ പെടാതെ, എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് ഓടാനല്ല, ലോകത്തിനോട് അനുരൂപപ്പെടാതിരിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കണം. റോമർ 12-ന്റെ 2. റോമർ 12-ന്റെ 2 ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായിക്കാം.
വായിക്കാണോ? ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരാകരുത്, പിന്നെയോ നിങ്ങളുടെ മനസ്സിന്റെ പുതുക്കത്താൽ രൂപാന്തരപ്പെടണം, നല്ലതും സ്വീകാര്യവും പരിപൂർണവുമായ ദൈവതിരിഹിതം എന്താണ് നിങ്ങൾ വിവേചിച്ചറിയും. ലോകം നല്ലതാണോ? നല്ലതാണോ? അല്ല അല്ലേ? നമ്മൾ സാധാരണ ലോകമേ എനിക്കു വൈരി, ലോകം എപ്പോഴും നമുക്ക് എന്താണ്? വൈരിയാണ് അല്ലേ? ശരിയാണേ? മണ്ണയമാമീ ഉലകിൽ കാണുന്നതുമായ നിങ്ങളുടെ ജോലി മായയാണ്. നിങ്ങൾക്ക് മാസാമാസം കിട്ടുന്ന പൈസ, ശമ്പളം എന്ന് പറയുന്നത് മായയാണ്. നിങ്ങളുടെ വീടെന്ന് പറയുന്നത്, നിങ്ങളുടെ കാർ എന്ന് പറയുന്നത്, സൂക്ഷിച്ചു നോക്കുന്നത് ശരിയാണോ? നിങ്ങൾ എല്ലാ ദിവസവും പാടുന്ന പാട്ടാ പറയുന്നത്, മണ്ണയമാമിയുലകിൽ കാൺമതുമായ വൻമഹിമാധനസുഖങ്ങൾ. നമ്മൾ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച ഒരു പാട്ട് പാടുന്നില്ലേ? അതിന്റെ മൂന്നാമത്തെ ചാൻസ് എങ്ങനെയാണ്? ഇഹലോകമോ സുഖവും മനഃശാന്തിയും പറയുന്നത് ഇത്ര എനിക്ക് ബുദ്ധിമുട്ട്. നിങ്ങൾ വെറുതെ ഇവിടെ ജീവിക്കട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ട് ഇവിടെ ജീവിച്ചിട്ട്. ഈ പാടുന്ന പാട്ട് വെച്ച് വാങ്ങി എന്തെങ്കിലും ആവശ്യമുണ്ട് ഇവിടെ ജീവിച്ചിട്ട്. ഇതെല്ലാം മായയാണ്, നമ്മൾ കാണുന്നതെല്ലാം മായയാണ്. ഈ ലോകത്തിലൊരു കാര്യമില്ല. എന്തെന്നായി പറഞ്ഞു വരുന്നത്? പിന്നെ എന്തിനാ ഈ പാട്ട് പാടുന്നത്? ഇത് നിശബ്ദത, ചെറിയ നിശബ്ദത ഞാൻ ആദ്യമായിട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം എന്താണ് പറയുന്നത്? തന്റെ ഏകജാതനായ പുത്രനെ തന്നെ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ടാകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് ഭാഗങ്ങളൊന്ന്, ഒന്ന് യോഹന്നാൻ 2-ാം അധ്യായത്തിലും യാക്കോബ് ശ്ലീഹായുടെ 4-ാം അധ്യായത്തിലും 4-ാം വാക്യത്തിലുമാണ്. അവിടെ ലോകം എന്നുള്ളതിനെ പാപമെന്ന അർത്ഥത്തിലത്രേ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം, നമ്മുടെ എല്ലാവരുടെയും ഒരുപക്ഷെ ചിന്ത എന്ന് പറയുന്നത് പലപ്പോഴും ഈ ലോകം എന്ന് പറയുന്നതിനെ എന്താണ് പാപമെന്ന് തിരിച്ചറിയാതെയാണ് ലോകത്തെ ദ്വേഷിക്കണം എന്ന് പറയുന്നത്. സത്യത്തിൽ നമുക്ക് ഈ ലോകത്തെ ഇഷ്ടമല്ലേ? സത്യം ലോകം ഇഷ്ടമല്ല എല്ലാവർക്കും. ഇവിടെ നിന്ന് പോകണോ താല്പര്യമുള്ളത്ര? എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്കുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് ഇവിടെ തന്നെ ജീവിക്കണമെന്നാണ്. നിങ്ങൾക്ക് ഒരു താല്പര്യമില്ല. ഇന്ന് ഇപ്പൊ സ്വർഗനാട്ടിലെ മമനാഥനെ ഒന്ന് കാണുവാൻ പോയേക്കാം. ഇന്ന് വേണ്ട. കൊച്ചു കൊണ്ട് പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂളിൽ അധ്യാപകൻ പറഞ്ഞു സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവരുടെ കൈപൊക്കാൻ പറഞ്ഞു. എല്ലാവരും ഒരു കൊച്ചു മാത്രം കൈപൊക്കി. അപ്പൊ അധ്യാപകനോട് ചോദിച്ചു, മോനെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ താല്പര്യമില്ല? അപ്പൊ ആ കൊച്ചു പറഞ്ഞു, ഇല്ല പോകാൻ താല്പര്യമുണ്ട്, പക്ഷെ പള്ളി വീട്ടിൽ പോകണമെന്ന് അമ്മച്ചു പറഞ്ഞിരിക്കും. എല്ലാവർക്കും താല്പര്യം, പക്ഷെ ഇവിടെ നിൽക്കാനായിട്ട് താല്പര്യം. എന്താണ് ഇത് നമ്മളുടെ വ്യത്യാസം? ഞാൻ പറഞ്ഞത്, രണ്ടാമത് മോശ പ്രാർത്ഥിച്ചപ്പോൾ ജനം ദൈവത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ദൈവം ആഗ്രഹിക്കാത്തത് എന്തോ അതിനോട് അനുരൂപപ്പെടുന്നവരിൽ നിന്ന് മാറുവാനായിട്ടാണ് നമ്മളോട് നോമ്പിന്റെ 2-ാം ഭാഗം പറയുന്നത്. അതുകൊണ്ട് ഞാൻ 2 സെന്റൻസ് പറയാൻ ശ്രദ്ധിച്ചോണം. ലോകത്തെ എങ്ങനെയാ കാണുന്നതെന്ന് ഒരുപക്ഷെ പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരാധനാക്രമത്തിൽ നിന്ന് അതെല്ലാം എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. നമ്മൾ ലോകത്തെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് ചോദിച്ചാൽ, ദൈവം ലോകത്തിലേക്ക്, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. സ്വർഗത്തിന്റെ മഹിമകൾ വെടിഞ്ഞ് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യ രൂപം പ്രാപിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ആരാണ് യഥാർത്ഥ മനുഷ്യനെന്നും ഈ ലോകത്തിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടതെന്നും കാണിച്ചു തരുവാനായിട്ടാണ്. ആരാണ്? ദൈവം, തൃത്വത്തിൽ ഒരുവനായ ഏകജാതനായ പുത്രൻ ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ട് നാം ലോകത്തെ കാണേണ്ടുന്നത് we must see world through Christ. നമ്മൾ ലോകത്തെ കാണുന്നത് ക്രിസ്തു എന്ന ദർപ്പണത്തിലൂടെയാണ്. 2, നമ്മൾ ക്രിസ്തുവിനെ കാണേണ്ടുന്നത് ലോകം എന്ന ദർപ്പണത്തിലൂടെയാണ്. So we must see Christ through the world, and we must also see world through the mirror of Christ.
എന്തായി തമ്മിലുള്ള പ്രാധാന്യം നാം ഓർമ്മിക്കേണ്ടതെന്ന് അറിയാമോ? നമ്മുടെ സാറിന് നിങ്ങൾ കണ്ണാടിയിൽ നിങ്ങൾ ഇതുവരെ കണ്ണാടി നോക്കിയിട്ടുണ്ടോ? കണ്ണാടി നോക്കിയിട്ടുണ്ടോ? ശരിക്കും സത്യം പറയാം, എത്ര പേര് കണ്ണാടി നോക്കിയിട്ടുണ്ടോ? നമ്മള് കണ്ണാടി നമ്മുടെ മുഖമല്ലേ നോക്കുന്നേ? അല്ല കണ്ണാടിയാണോ നോക്കുന്നേ? നമ്മൾ കണ്ണാടി നോക്കാറില്ല. അതിനകത്തൊരു ചെറിയ സാധനം ഒളിഞ്ഞിരിപ്പുണ്ട് അവിടെ. എന്താ ഒളിഞ്ഞിരിക്കുന്നത് അറിയാമോ? പെട്ടെന്ന് പറയാം. ഞാൻ ഒരു പാട്ട് പാടും. അത് ഈ കർഷക ഭാഷയിൽ എപ്പോഴാണ് പാടുന്നത് നിങ്ങൾ എന്നോട് പറയണം കേട്ടോ. എന്നറിയാം, നിർമ്മല സൂനുവിനെ അയച്ചോന. അത് ആ പാട്ട് പാടുന്നത് വെള്ളിയാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ? നിർമ്മല സൂനുവിനെ അയച്ചോന ആതാതൻ സ്തുത്യൻ ശുദ്ധൻ നിർമ്മലമാമുദരത്തിങ്കൽ താൻ. ഇപ്പൊ പാടുന്ന പാട്ടാ. എപ്പോഴാണ് നിങ്ങൾ പള്ളിയിൽ വരുന്നത് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. ഇത് പ്രഭാത പ്രാർത്ഥനയ്ക്ക് പാടുന്ന പാട്ടാണല്ലേ? എന്താണ് പാടാമോ? നിങ്ങളെയാ കാണുന്നതെന്ന് പറയാൻ കാരണം, ഈ കണ്ണാടിയിൽ നോക്കുമ്പോൾ സത്യത്തിൽ വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നു, ആരാധന പഠിപ്പിക്കുന്നതും അതിലേക്ക് നോക്കുമ്പോൾ ആരെ കാണണം? ക്രിസ്തുവിനെ കാണണം. നോക്കിന്റെ ഏറ്റവും അടിസ്ഥാനം അതാണ് പറയുന്നത്. Look at Christ. നമ്മൾ ഈ ലോകത്ത് നിൽക്കുക, നമുക്കിത് കാണുമ്പോൾ ആരായിട്ട് കാണണം? നാം രൂപാന്തരപ്പെടേണ്ടുന്നത് അവനോളം രൂപാന്തരപ്പെടണമെന്നാണ് പറയുന്നത്. നമ്മൾ മാത്രമല്ല, അത് രണ്ടാം ഭാഗമാണ്. അതുകൊണ്ട് ഒന്ന് ആലോചിക്കേണ്ടുന്നത്, നോമ്പ് നമ്മളെ കൊണ്ടുവെത്തിക്കുന്നത് ഈ ലോകത്തിൽ അവൻ എന്ത് നിയമമാണോ നൽകിയിരിക്കുന്നത് നമ്മളെ തന്നെ കർത്താവിനോട് അനുരൂപപ്പെടുത്തുവാൻ, അത് പാലിക്കുവാനായി. ഒന്ന്. രണ്ട്, ഈ ലോകത്തിലുള്ള സകലരും അവന്റെ മുഖമായി മാറുവാൻ നമ്മൾ രൂപാന്തരം. അപ്പോൾ ലോകത്തെ കാണുന്നത് ക്രിസ്തുവിലൂടെ. അതെങ്ങനെ കാണുന്നത്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴും നമ്മൾ ക്രിസ്തു എന്ന കണ്ണാടിയാകുമ്പോൾ അപ്പുറത്തിരിക്കുന്നവരുടെ മുഖം ആരുടെ കൊണ്ട് തോന്നും? ക്രിസ്തുവിനെ പോലെ തോന്നേണ്ടിയിരിക്കുന്നു. നോമ്പ് അതിന് സാധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങളെ എത്രമാത്രം അത്ര ഈ നോമ്പിൽ 25 ദിവസമായില്ലേ? 25 ദിവസം ആകുന്നു. എത്ര വരെ ആയെന്നറിയാൻ ഒരു എക്സസൈസ് പറയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പള്ളിയിൽ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ എത്ര പേര് ഓർക്കുന്നു എനിക്കറിയില്ല. നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പുരുഷന്മാര് വണ്ടി വെളിയിലിട്ടിട്ട് സ്ത്രീകൾ ആദ്യം കടക്കട്ടെ അകത്തോളം. സ്ത്രീകളെല്ലാം ആദ്യം നമുക്ക് കിടക്കാം. കഥകൾ അടച്ചില്ല. എന്നേക്കുമായിട്ടല്ല, ഇന്നത്തേക്ക് ഒരു എക്സസൈസിന് വേണ്ടി മാത്രമാണ്. പുരുഷന്മാർ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ കഥകൾ തുറക്കണം. അപ്പൊ സ്ത്രീകൾ ഇങ്ങനെ വാതിൽ തുറക്കും. തുറക്കുമ്പോൾ ആരെ കാണണം? എന്തിനാ ചിരിക്കുന്നത്? നിങ്ങളുടെ ഭർത്താവ് കയറി വരുമ്പോൾ നിങ്ങൾക്ക് അവരുടെ മുഖം കാണുമ്പോൾ ക്രിസ്തുവിനെ പോലെ തോന്നാറില്ലേ? ഭർത്താവിനെ കാണുമ്പോൾ കർത്താവിനെ പോലെ തോന്നുന്നില്ലേ? ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഒരു ചോദ്യം ഒരു പ്രസംഗ സ്ഥലത്ത് ചോദിച്ചപ്പോഴേ എന്നോട് പറഞ്ഞില്ലെന്നറിയോ? അച്ഛാ, കാണുന്നുണ്ട്, അത് കുരിശെ കിടക്കുന്നത്. കുരിശെങ്ങനെ കിടക്കുന്നത് അറിയാമല്ലേ? എന്നാൽ അങ്ങനെ വേണ്ട, തിരിച്ചിന്തിക്കാം. ഇന്ന് ഭാര്യമാർ വെള്ളി നിൽക്കുക, പുരുഷന്മാരകത്ത് കിടക്കട്ടെ. നിങ്ങൾ കടത്ത് കിടത്തിയിട്ട് പുരുഷന്മാർ കഥ തുറക്കുക, ഭാര്യമാർ വന്ന് കൊട്ടട്ടെ. നിങ്ങളുടെ ഭാര്യയെ കാണുമ്പോൾ നിങ്ങൾക്ക് കർത്താവിന്റെ മുഖം കാണാൻ പറ്റുമോ? ഒരു ചേട്ടൻ തുരിഞ്ഞിരുന്ന് ചിരിക്കുന്നു. കാരണം എന്താന്ന് എനിക്കറിയാം. എന്താ എന്റെ അച്ഛൻ അതൊന്നും ഇതൊന്നും ഓർപ്പിക്കാതെ നായിട്ട് നിങ്ങൾ പറയുന്നത്. പക്ഷേ നോമ്പ് നിങ്ങൾ എവിടെ വരെ ചെന്നു എന്ന് ചിന്തിക്കുവാനുള്ള കാര്യമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇവിടെയാണ് ദൈവം ഏതെന്ന പർദീസയിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ, ദൈവത്തിന്റെ സ്നേഹത്തെ ക്രിസ്തുവിലൂടെ നമുക്ക് തരുന്നത് നാം ആരായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് നാം അവനോളം രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണമാണ്. ഞാൻ പറയണോ വേണ്ടതെന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ കൂടെ പെട്ടെന്ന് ഒരു ചിന്ത കടന്നു വരുന്നത്. നിങ്ങൾക്ക് രണ്ടുപേരും ഇന്ന് ഉറങ്ങുന്നു, അതുകൊണ്ടൊരു പെട്ടെന്ന് നിങ്ങളെ ഉണർത്തിക്കാൻ ഒരു കാര്യം പറയാം. ഞാൻ വിവാഹം കഴിച്ചത് 1999
വിവാഹം കഴിച്ച് മെയ് മാസം 3-ാം തീയതി റെക്കോർഡ് ചെയ്യുമ്പോൾ ദീപ കേൾക്കും കേട്ടോ. ദൈവത്തെ റെക്കോർഡ് ചെയ്ത് വെക്കാം. എന്താണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് ഭാര്യ വീട്ടിൽ ചെന്നിട്ട് അത് ആദ്യ രാത്രിയാണ് ഒന്നാമത് പറഞ്ഞ കാര്യം നിങ്ങളോട് പറയാൻ പോകുന്നത്. പലരും ഉണർന്നു എന്താണെന്ന് അറിയണമല്ലോ അല്ലേ. തിരിച്ചു വന്നു, ഫ്രഷായി. അത് കഴിഞ്ഞ് പോയി അടുത്ത് കയറിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് ഇതാണ്. എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഐ കനോട്ട് കമ്മിറ്റ് മൈ ലൈഫ് വിത്ത് യു. I said, I can't commit my life with you. 3 വർഷം എടുക്കും അദ്ദേഹത്തിന് മനസ്സിലാകാൻ അതെന്താണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ രൂപാന്തരപ്പെടുത്തുവാനായി മാറ്റപ്പെടുത്തുവാനായി വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് ചില ആഴങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെന്താണ്? നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കുന്നതും നിങ്ങളുടെ അപ്പച്ചനെയും നിങ്ങളുടെ അച്ഛനെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരേ സ്നേഹമാണോ? ആണോ? സ്നേഹം ഒന്നാണോ? ആണോ? അല്ല. ഇവിടെയാണ് ദൈവം നമ്മളോട് കൽപ്പിക്കുന്ന ഒന്നുണ്ട്. ലോകത്തിന് ഒരേ ഒരു സ്നേഹമേ ഉള്ളൂ. ആ സ്നേഹം നമ്മളെ പഠിപ്പിച്ചത് ഒറ്റൊരാളാണ്, ദൈവം. അവൻ്റെ ഏകജാതനായ പുത്രനിലൂടെ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് സ്നേഹം ഒരേ ഒരു സ്നേഹമാണ് ഈ ലോകത്തിൽ നിലനിൽക്കുന്നതെങ്കിൽ നാം എല്ലാവരെയും സ്നേഹിക്കുന്ന ആ സ്നേഹം ഒന്ന് തന്നെയാണ്, ക്രിസ്തുവിന്റെ സ്നേഹം തന്നെയാണ്. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അളവിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മൾ കുറേ സമയം നമ്മുടെ ഭാര്യയുടെ കൂടെ ചെലവഴിക്കുമായി, നമ്മുടെ കുഞ്ഞുങ്ങളോട് കൂടെ നമ്മൾ സഹകരിക്കുമായി. എന്നാൽ ഞാൻ ബഹുമാനപ്പെട്ട ജോണെ കൊച്ചിനെ സ്നേഹിക്കുന്നത്, ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്, എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത്, എൻ്റെ സമൂഹത്തെ സ്നേഹിക്കുന്നതൊക്കെയും സ്നേഹം ഒന്ന് തന്നെയാണ്. എന്നാൽ ആ സ്നേഹത്തിന്റെ അളവിൽ മാത്രം, അളവിന്റെ സമയം ഞാൻ ചെലവഴിക്കുന്നതിൽ മാത്രമേ വ്യത്യാസങ്ങളുണ്ടാവൂ. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ബിക്കോസ് ഐ എം കമ്മിറ്റഡ് ടു മൈ ഗോഡ്, നോട്ട് ടു എനിവൺ എൽസ്. And therefore I love my wife not because she is something, but because I am committed my life to God. So if you commit your life to God, everything will be different in your life. You love everyone, no matter who they are, no matter what they are, because the love which is embodied in you, നമ്മുടെ ഉള്ളിൽ ജനിച്ച സ്നേഹം ക്രിസ്തുവിൻ്റെതാണെങ്കിൽ അതിന് യാതൊരു വ്യത്യാസമില്ല. അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ 13-ാം അധ്യായത്തോട്ട് പിന്നീട് സ്നേഹത്തെ പറ്റി പറഞ്ഞിട്ടൊരു കാര്യം പറയുന്നുണ്ട്. എന്ത്? മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്തു ജീവിച്ചാലും മാനവരാജ്യത്തെ ഭാഷയറിഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. ഇപ്പൊ ഇവിടെ രണ്ടാമത് പറയുന്നത് മോശ നമ്മളോട് പറയുകയാണ്, നീ പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ. അഥവാ മോശയുടെ ജീവിതത്തിലൂടെ നാം കാണുന്നത് പ്രാർത്ഥിക്കുവാനായി 40 ദിവസവും രാവും നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ, ദൈവത്തിൽ നിന്ന് അകന്നു പോയവർ, ദൈവത്തോട് തങ്ങളുടെ ജീവിതത്തെ കമ്മിറ്റ് ചെയ്യാത്തവരുണ്ടോ അവരെ തിരികെ ദൈവത്തിന്റെ സ്നേഹത്തോട് ചേർത്ത് നിൽക്കുവാൻ തക്കവണ്ണം ഇവിടെ നാം കാണുന്ന രണ്ടാമത്തെ സ്നേഹമാണ്. അപ്പൊ അത് ക്രിസ്തുവിലൂടെ ലോകത്തെ കാണുവാനും ലോകത്തിലൂടെ ക്രിസ്തുവിനെ കാണുവാനും നമുക്ക് തരുന്ന ആഹ്വാനമാകും. വാക്കുകളെ ഞാൻ ഈ അധികം നീട്ടുന്നില്ല. നിങ്ങൾ 80 വരെ ആയി അല്ലേ? 2 പ്രാവശ്യമായി. അതുകൊണ്ട് നോക്കിയാമോ? 10-ാമത്തെ അധ്യായത്തിന്റെ 8-ാം വാക്യം മുതൽ 9-ാം വാക്യം. അതുകൊണ്ട് ലേവിക്ക് തന്റെ സഹോദരന്മാരുടെ ഓഹരിയും അവകാശവും കൊടുത്തില്ല. നിന്റെ ദൈവമായ കർത്താവ് അവന് വാഗ്ദത്തം ചെയ്തതുപോലെ ദൈവം അവന്റെ അവകാശം ഞാൻ മുമ്പലത്തെ പോലെ 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു. ആ പ്രാവശ്യം കർത്താവ് എന്റെ അപേക്ഷ കേട്ടു. നിന്നെ നശിപ്പിക്കാതിരിക്കാൻ ദൈവത്തിന് സമ്മതമായി. പിന്നെ കർത്താവ് എന്നോട്, നീ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് ജനത്തെ നയിക്കുക. അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം അവർ ചെന്ന് കൈവശമാക്കട്ടെ എന്ന് കൽപ്പിച്ചു. എത്രയായി? 120 ദിവസമായി. കണ്ടോ? അടുത്ത 40 കൂടെ കണ്ടോ? നിർത്തിയേക്കല്ലേ? 120 ദിവസം. അടുത്ത 40 ദിവസം എന്ന് പറയുന്നത് ആരാണോ കൽപ്പനയ്ക്ക് വേണ്ടി ജീവിച്ച ജനം, അഥവാ കൽപ്പന ലംഘിച്ചപ്പോൾ അതിനുവേണ്ടി ജീവിച്ച ജനം, അവർക്ക് കൽപ്പന കൊടുക്കുവാൻ ദൈവം എന്താണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് അറിയുവാനായി 40 ദിവസം. ദൈവം സംസാരിക്കുന്ന ലോകത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ബന്ധങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാനായി 40 ദിവസം. മൂന്നാമത്, ആ ദൈവം നമ്മെ ഒരുമിപ്പിച്ച് നമ്മളെ ഈ ലോകത്തിൽ നശിപ്പിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ
ആ നശിപ്പിക്കുക എന്ന വാക്കിനൊരു അർത്ഥമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളെ നിത്യമായി ദൈവത്തോടുകൂടെ ചേർക്കുക എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഓഹരി ദൈവത്തോടുകൂടെ ആയിരിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കുന്നു എന്നുള്ള പൂർണ്ണതയ്ക്ക് വേണ്ടി അടുത്ത 40 ദിവസവും 40 രാവും മോശ ഇവിടെ നോമ്പ് നോക്കുന്നതിനെ പറ്റി പറയുക. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ പല ആളുകളും, ഞാൻ മുമ്പേ പാടിയ പല പാട്ടുകളും നിങ്ങൾ ചിന്തിക്കരുത് ഐറോണിക്കായി ഞാൻ പാടിയതാണെന്ന് ചിന്തിക്കരുത്. ഞാൻ അതിനെ തെറ്റായ ഭാഷയിൽ ഞാൻ പാടിയതാണ് എന്ന് ചിന്തിക്കരുത്. സ്വർഗനാട്ടിലും പ്രിയൻ ചേർത്തലും അവനോട് കൂടെ ചേരുവാൻ തന്നെ നമ്മൾ ആഗ്രഹിക്കേണ്ടുന്നവരാണ്. അത് പാടുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞത് അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കണം. മായ ലോകം മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് ചേരുന്നതിൽ എന്തെല്ലാം നമ്മളെ തടസ്സപ്പെടുത്തുന്നുവോ അതൊക്കെ മാറ്റി നിർത്തണമെന്നാണ് അതിന്റെ രണ്ടാമത്തെ അർത്ഥം. അങ്ങനെ ഓരോ ഗാനങ്ങളും അങ്ങനെയാണെങ്കിൽ സത്യത്തിന് ഞാൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു സൂഫി പ്രയർ കേട്ടിട്ടുണ്ടാകും. സൂഫി പ്രയർ ഇങ്ങനെയാണ്: ദൈവമേ, ഞാൻ സ്വർഗം കാക്ഷിച്ച് നിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ എനിക്ക് അസ്വർഗം വേണ്ട. നരകം പേടിച്ച് ഞാൻ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ അതിലും എനിക്ക് പേടിയില്ല. മറിച്ച് എനിക്ക് നിന്നോട് ഒപ്പമായിരിക്കുവാനുള്ള ആഗ്രഹമാണ് എന്റെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നത് എന്ന്. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നാം ഇന്നിങ്ങനെ അക്കരയ്ക്ക് യാത്ര ചെയ്യുവാനായി ഒരുങ്ങി ഇവിടെയുള്ള നമ്മുടെ ശുശ്രൂഷകളെ മറന്നു പോകുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയുള്ള ശുശ്രൂഷകളെ നമ്മൾ മറന്നു കഴിയുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ടത് നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നോമ്പിന്റെ ലിറ്റർജിയിൽ, നോമ്പിന്റെ ആരാധനയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ആത്മാവും ശരീരവും ഒരുമിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് ബന്ധപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ദൈവത്തോട് അത് കഴിഞ്ഞിട്ട് സാധിക്കില്ല എന്നല്ല, എന്നാൽ നമ്മുടെ ആത്മാവിന് വേണ്ടി ചെയ്യേണ്ടുന്നത് ഇവിടെ ശരീരത്തോട് നാം ചേർന്നിരിക്കുമ്പോഴാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഇന്നത്തെ ചിന്തയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഈ ഭാഗത്തെ ഒരുപക്ഷെങ്കിൽ നമുക്ക് വിവക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ നമ്മളെ ദൈവമാക്കിയിരിക്കുമ്പോൾ ഇത് മനോഹരമായ ഒരു ലോകം തന്നെയാണ്. ഈ ലോകത്തിൽ നമ്മളെ ജീവിക്കുവാനായി ദൈവം അനുവദിച്ചത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ്. ഓരോരുത്തരെയും യുണീക്കായി ഓരോ സ്ഥലത്താക്കിയിരിക്കുകയാണ്. എന്നാൽ അവരവരുടെ ശുശ്രൂഷ ഏറ്റവും നന്നായി പൂർത്തീകരിച്ച് ഓട്ടം ഓടുവാനായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ തെയോഫിലോസിനോട് അവസാനിപ്പിക്കുന്നത്. നിന്റെ പോർ പൊരുതി നല്ല ഓട്ടം തികച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ ഇന്നു മുതൽ ഇനിയും പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി ജീവിക്കരുത് എന്നല്ല. ഈ ലോകത്തിന്റെ എല്ലാ പ്രയാസങ്ങളുടെയും അതിനോട് ചേർന്നുള്ള യാത്രയും നമ്മുടെ വിളിയുടെ ഭാഗമായി തന്നെ നമുക്കൊരു പക്ഷെങ്കിൽ കാണേണ്ടിയിരിക്കും. എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനാൽ നിർമ്മിതമായതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, മറിച്ച് നമുക്ക് ലഭിക്കുന്ന ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളെയും നമ്മൾ മറന്നു പോകാതെ മുമ്പോട്ട് പോകുവാൻ നമുക്ക് കൈകോർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നോമ്പിന്റെ രണ്ടാം ഭാഗം ഇങ്ങനെയാ പറയുന്നത്: ഒന്ന് ദൈവബന്ധത്തിൽ, രണ്ട് മനുഷ്യബന്ധത്തിൽ നിൽക്കുമ്പോൾ, മൂന്നാമത് നമ്മളെ പറ്റി ദൈവത്തിനുള്ള ബോധ്യം ലോകത്തിന് എന്താണെന്ന് എപ്പോഴും കാണിച്ചു കൊടുക്കുക. ഓർത്തഡോക്സ് ലിറ്റർജിയിൽ ഇങ്ങനെ പറയാറുണ്ട്: പ്രാർത്ഥനയും ഉപവാസവും പിന്നീട് ദാനധർമ്മവും എന്ന് നാം പറഞ്ഞാണ് അവസാനിപ്പിക്കാറുള്ളത് നോമ്പിനെ പറ്റി പറയുമ്പോൾ. എന്താണ് ദാനധർമ്മം എന്ന് നാം ഉദ്ദേശിക്കുന്നത്? സാധാരണ നമ്മുടെ ഒരു ഭാഷയുണ്ട്, ചാരിറ്റി എന്ന് പറയുന്ന ഒരു ഭാഷ. ഈ ചാരിറ്റി എന്ന ഒരു ഭാഷയെ പറ്റി ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ വരാറുണ്ട്. ഞാൻ അതിനെപ്പറ്റി ദീർഘമായി ഇപ്പോൾ പറയുന്നില്ല. മറിച്ച് നാം എന്താണോ അത് ലോകത്തിൽ ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആകുന്നു എന്നുള്ളത് മാത്രമാണ് ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. അവനവനാൽ കഴിവുള്ളത് കൊണ്ട് അവനവന്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്ന ഭാഗ്യം. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു ഭാഗ്യമാണ്. നമ്മളെ ദൈവം അറിഞ്ഞുകൊണ്ട്, നമ്മൾ അറിയാതെ ഇവിടെ വന്നവരല്ല, അറിഞ്ഞുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് നാം എത്രമാത്രം ഈ നോമ്പിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ രൂപാന്തരത്തിന് വേണ്ടി നമുക്ക് ശുശ്രൂഷിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തുടക്കം എന്നുള്ളത് ഒരുപക്ഷെ എന്റെ മനസ്സിൽ തോന്നുന്നത് രൂപാന്തരം തന്നെയാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയെന്ന് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുമ്പോൾ, നമ്മുടെ ഹൃദയങ്ങളുടെ രൂപാന്തരം ക്രിസ്തുവിനോടുകൂടെ ചേരുമ്പോൾ പിന്നീട് ക്രിസ്തുമയമായ ഒരു ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്: ആദ്യം യഹൂദ്യയിലും പിന്നീട് ശമരിയയിലും പിന്നെ ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ പോകുവിൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം ആയിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മളെ ബാധ്യതയുള്ളവരാക്കി തീർത്തിരിക്കുന്നു എന്നാണ്. കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ നോമ്പ് അതുകൊണ്ട് മോശ നമുക്ക് കാണിച്ചു തന്ന ചില ചിന്തകളോട് ചേർന്ന് ലോകത്തിൽ നിയമത്തിന്റെ അഥവാ എന്തായിരിക്കണം നമ്മുടെ ജീവിതം എന്നുള്ളതിന് സാക്ഷീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഈ കുഞ്ഞുങ്ങളോട് ചേർന്ന് നിന്നാണ് നമ്മൾ ഈ നോമ്പൊക്കെ നോക്കുന്നത്. നിങ്ങൾ പലർക്കും അറിയാം, എൻ്റെ യാത്രയിൽ ഞാൻ കൂടുതൽ ബന്ധപ്പെടുന്നത് യുവജനങ്ങളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പോകുന്ന രാജ്യങ്ങളിലും പോയിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് യുവജനങ്ങളോട് ചേർന്നാണ്.
എന്നോട് എപ്പോഴും പറയാറുള്ള ചില ചിന്തകൾ മാതാപിതാക്കൾ ഇങ്ങനെയാണ് പറയുന്നത്: അച്ഛാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊന്ന് നേരെയാകാൻ എന്ത് ചെയ്യണം? എത്രയോ കുട്ടികളാണെന്നറിയാമോ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പുതിയ തലമുറയിൽ വേറൊരു രീതിയിൽ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു മാതാപിതാവ് രണ്ടുപേരുടെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം തന്നെ. ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് അവരൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും വെളിയിലുള്ളവരാണ് എന്ന്. അവരെ എഴുന്നേൽക്കുന്നതിന് സമയമില്ല, അവരവരുടെ വസ്ത്രങ്ങളെ പറ്റി ബോധമല്ല, അവരുടെ മുടിയെ പറ്റി ബോധമല്ല, അവർ കഴിക്കുന്നതിനെ പറ്റി ബോധമില്ല, അവർ പറയുന്നത് എന്താണെന്ന് ബോധമില്ല. ഇങ്ങനെ ലോകത്തിൽ ഒന്നിനെ പറ്റിയും ചിന്തിക്കുവാൻ വേറൊരു രീതിയിൽ കാണുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയൊരു ആശങ്കയാണ്. ഇവരെന്തായിത്തീരും ഈ ലോകത്തിൽ? മുമ്പോട്ട് പോകുമ്പോൾ ഈ ലോകം എന്താണ്, അല്ലെങ്കിൽ ഈ തലമുറ എന്തായിത്തീരുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടാതെ വരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഒരു ദേവാലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ ആ ദേവാലയത്തിലെ ഒരു മാതാവ് 93 വയസ്സുള്ള ഒരു അമ്മച്ചി മരിച്ചുപോയി. ആ അമ്മച്ചിയുടെ കൊച്ചുമകൻ, ചെറുമകൻ, അദ്ദേഹം ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മ്യൂസിക്കിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടക്കത്തിന് വേണ്ടി ഈ മകൻ വന്നു. അപ്പോൾ ഈ അടക്കം കഴിഞ്ഞിട്ട് 3-ാം തീയതി, 5-ാം തീയതി, 7-ാം തീയതി ഒക്കെ വിശുദ്ധ കുർബാനയുണ്ട്. ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, അദ്ദേഹം US-ലാണ്. ആ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഈ കുഞ്ഞ് ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ വെല്ലുമിച്ച് മരിച്ചു പോയതിലുള്ള വേദന കൂടുന്നതാണ് കാണുന്നത്. പക്ഷെ എനിക്കത് വളരെ വ്യത്യസ്തമായി തോന്നി. അവിടെ ആ സംസ്കാരത്തിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് വേദനപ്പെടുന്നതും കരയുന്നതും. എനിക്കൊന്നും ഒരു 7-ാം ദിവസമാണെന്ന് തോന്നുന്നു. വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ കുഞ്ഞെല്ലാം അവർ 24 വയസ്സ് 25 വയസ്സുണ്ട് അവരെ വിളിച്ച് കുറേ നേരം ചെലവഴിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, മോനെ എന്താണ്, വാട്ട് മേക്സ് യു ടു ബി സോ ഡീപ് റിലേഷൻ വിത്ത് യുവർ ഗ്രാൻഡ് മദർ? അപ്പം അദ്ദേഹം പറയുകയാണ്, അച്ഛാ, എൻ്റെ കൊച്ചു വളർച്ചയിൽ എൻ്റെ അമ്മച്ചിയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന. അച്ഛനും അമ്മച്ചിയൊക്കെ ജോലിക്ക് പോകുമായിരുന്നു. എൻ്റെ പപ്പയും മമ്മി, എൻ്റെ അമ്മച്ചി എന്നെ വളർത്തിയത്. എൻ്റെ ഈ അമ്മച്ചി ആണ് അച്ഛാ എനിക്ക് ക്രിസ്തുവിനെ കാണിച്ചു തന്നത്. This grandmother showed me Christ in my life, and because of that I live strong today. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെയായിത്തീരുന്നു, അങ്ങനെയായിത്തീരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആകെ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഒരു മൂശയിലും ഇട്ട് വാർക്കുവാൻ സാധിക്കില്ല. നമ്മുടെ മൂശയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലക്ഷ്യം എന്തായിത്തീരുന്നു എന്നുള്ളതിന് അതിനൊരു പാഠഭാഗം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. So you are the best teacher through your life. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു പുസ്തകക്കെട്ടുമായി ട്രെയിനിൽ കയറി. ഒരു കൊച്ചു കുഞ്ഞ്, ഒരു ചെറിയ കുഞ്ഞ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഈ സ്ത്രീ ഇങ്ങനെ അവരുടെ ഓരോ പുസ്തകങ്ങൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. പക്ഷേ ഈ കുഞ്ഞ് ആ ബോഗിയിൽ തന്നെ ഒരു സീറ്റിൽ നിന്ന് അങ്ങേ സീറ്റിലോട് ചാടുന്നു. അവിടെ ഇരിക്കുന്നവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ തിരിഞ്ഞ ഒരു മനുഷ്യൻ പറയണം, ആ സ്ത്രീ എന്ത് സ്ത്രീയാണ്? ആ സ്ത്രീ തന്റെ കുഞ്ഞിനെ നോക്കാതെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൂരത്തെ പുസ്തകമുണ്ട്. ഈ കുഞ്ഞ് അവിടേക്ക് ഓടുന്നു, ഇവിടേക്ക് ഓടുന്നു. എന്നാൽ ഒരു 10, 15, 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നീട് കാണുന്ന കാഴ്ച വളരെ രസകരമാണ്. ഈ കുഞ്ഞ് ഇങ്ങനെ കുറേ ഓടിക്കഴിഞ്ഞിട്ട് അത് പതിയെ ടയർഡായിട്ട് പതിയെ അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മ വായിച്ച ബുക്ക് നോക്കുമ്പോൾ അമ്മ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞ് പതിയെ ആ സഞ്ചിയിൽ നിന്ന് ഒരു പുസ്തകം എടുത്തു. ഒന്നും കാണാൻ അറിയില്ല അതിന്, പക്ഷെ അത് പതിയെ വായിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ വായിച്ചൊരു ചെറുകഥയാണ്. എന്താണ് അതിന്റെ അർത്ഥം? നാം എന്താണോ അവർക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് അത് നിങ്ങളായി തീരാതെ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞാനായി തീരാതെ ഒരിക്കലും നമ്മുടെ തലമുറകൾ ക്രിസ്തുവിലേക്കോ ദൈവഭാവത്തിലേക്കോ വരികയില്ല. അതുകൊണ്ട് നാമാണ് ഡിസൈൻ ചെയ്യേണ്ടുന്നത് നമ്മുടെ തലമുറയുടേത്. അല്ലാതെ നാം ജെൻസി എന്നോ അല്ലെങ്കിൽ നാം തന്തവൈബെന്നോ പറയുന്ന ചരിത്രത്തിന്റെ ഭാഗമാകുകയല്ല. നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ദേവാലയത്തിൽ എത്രമാത്രമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു കുട്ടി അവിടുത്തെ ഒരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചിൽ പോകാനിടയായി. ഈ പ്രൊട്ടസ്റ്റന്റ് ചർച്ചിലെ പാട്ട് ആ കുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്രൊട്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു ആധുനിക യുഗത്തിലെ പാട്ടുകളുടെ ഇടയിലാണ്. ആ കുട്ടി കുറേ ദിവസം അവിടെ പോയി അതിനാണ് ഒരുപാട് അട്രാക്റ്റഡ് ആയി. അപ്പൊ ഇത് പോകുന്ന സമയത്ത് ഞായറാഴ്ച പള്ളിയിൽ വരും. എന്നാൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പള്ളിയിൽ നിന്ന് മാറിക്കൊണ്ടേയിരുന്നു. ഞാനതുമായിട്ട് പിന്നീട് കുറെ നിരന്തരമായി സംസാരിച്ച് ആ കുട്ടി പിന്നീട് എന്നോട് പറയുകയായിരുന്നു. എന്നോട് പറഞ്ഞ വാക്കുകളാണ്: ഒരു ദിവസം നമ്മുടെ ഒരു ആരാധന, ഒരു വിവാഹ ശുശ്രൂഷ നടന്നപ്പോൾ അവിടെയുള്ള ഒരാളുടെ കല്യാണമാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹം, അവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ തന്നെ പാട്ട് പാടണമെന്ന്. അങ്ങനെ വിവാഹ ശുശ്രൂഷയുടെ പാട്ടുകൾ മുഴുവൻ പഠിപ്പിച്ച് ആ വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ് അത് ആ കുട്ടി അതിൻ്റെ കൂട്ടുകാരിയും ഒരുമിച്ച് വന്നിട്ട് എന്നെ കയ്യെ പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് എന്നോട് പറയുകയായിരുന്നു, അച്ഛാ, ഇത്രമാത്രം ആഴമേറിയ ദൈവിക ബോധമുള്ള ഒരു ആരാധനയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ സംബന്ധിച്ചിട്ടില്ല. ഞാൻ പോയിടത്തൊക്കെ വെറും ശബ്ദകോലാഹലങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് പഠിക്കുവാൻ ഞാൻ സമയമെടുത്തില്ലല്ലോ അച്ഛാ. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഈ ആധുനിക യുഗത്തിൽ നാം ഒരുപാട് ശബ്ദകോലാഹലങ്ങളിലും നമ്മുടെ ലോകത്തിൽ നമ്മുടേതായ ജീവിത വികൃതിയിലും നമ്മൾ ഓടുമ്പോൾ
നാം എന്താണ് പാഠഭാഗം കുഞ്ഞുങ്ങൾക്കാക്കി തീർക്കേണ്ടുന്നത് എന്നുള്ളത് മറന്നു പോകുന്നു. അപ്പോൾ മോശ നമ്മളോട് ഇവിടെ പറയുന്നത് കൽപ്പനകൾ പാലിക്കണമെങ്കിൽ നാം നോമ്പിലും ഉപവാസത്തിലും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കട്ടിലിൽ ചെന്ന് മുട്ടുകുത്തി അവർക്ക് വേണ്ടി കണ്ണീരോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. അവരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ തലയിൽ തൊട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ കുരിശ് വരച്ച് അവരെ ചുംബിക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ മാതാപിതാക്കൾ അവരോട് ചേർന്ന് നിന്ന് നാം അവരെവിടെയും കയറി വരുവാനും അവർക്ക് എല്ലാ സാധ്യതകളും കൊടുക്കുവാൻ സാധിക്കണം. അപ്പോൾ മാതാവും പിതാവും അവരുടെ ആത്മീയതയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ വളരുവാനായി സാധിക്കും. അവർ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും, അപ്പച്ച, അമ്മച്ചി, പപ്പ, മമ്മി, എന്താണ് നാം ചെയ്യുന്നത്? വിശുദ്ധ കുർബാനയിൽ എന്താണ് സംഭവിക്കുന്നത്? വിശുദ്ധ ആരാധനയുടെ ഭാഗമായി എങ്ങനെയാണ് ജീവിക്കുന്നത്? ഈ നോമ്പ് എന്താണ് എടുക്കേണ്ടുന്നത്, എങ്ങനെയാണ് എടുക്കേണ്ടുന്നത് എന്ന് ഇന്ന് എന്റെ വാക്കുകളെ ചുരുക്കുമ്പോൾ നാം പ്രായമായവർ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുകയാണ് നോമ്പ് നോക്കൂ എന്ന് പറയുകയാണ്. എന്നാൽ അവര് എന്താണ് നോമ്പെന്ന് അവർ നമ്മളോട് പറയേണ്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തിരിയുവാൻ ദൈവം നമ്മെ ഇടവരുത്തട്ടെ. അതുകൊണ്ട് മോശയെ ഞാൻ ഇതിനു വേണ്ടിയാണ്. മോശ കൽപ്പനകളിലൂടെ ജനത്തിനു വേണ്ടി കർത്താവിന്റെ ഒരു വലിയ നോമ്പിനോട് ചേർത്ത് വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അവസാനം പറയുന്നു, എല്ലാവരും ദൈവത്തിന്റെ സാന്നിധ്യം സ്വീകരിച്ച നോമ്പായി തീരുവാൻ 40 ദിനങ്ങളിലായി അദ്ദേഹം നോമ്പ് നോക്കുകയാണ്. ഈ നോമ്പ് കാലഘട്ടം നമുക്ക് പൂർണ്ണമായി ക്രിസ്തുവിലൂടെ ലോകത്തെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നോമ്പിലൂടെ നടത്തുവാൻ തക്കവണ്ണം, എല്ലാവരിലും ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണമുള്ള സാധ്യത ഒരുക്കുകയാണ്. രണ്ടാമത് ലോകത്തിലൂടെ ക്രിസ്തുവിനെ കാണും. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ എന്തെടുത്താലും അതിന്റെ മെഷറിംഗ് റോഡ് ക്രിസ്തുവായി തീരട്ടെ. അതല്ലാതെ ഒന്നും തന്നെ പറയുവാനായിട്ട് സാധിക്കില്ല. ഞാൻ വാക്കുകൾ ചോദിച്ചു. അടുത്ത സമയം നടന്ന ഒരു ചെറിയ സംഭവം പറയും. കമ്മിറ്റിയിൽ എന്നോടൊരു കാര്യം ചോദിച്ചു, അച്ഛൻ അത് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചോദിച്ചിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അത് അവർ ചിന്തിച്ചത് ഇതാണ്, ഞാൻ എൻ്റെ ഹൈറാർക്കിയോട് ചോദിച്ചിട്ട് ചെയ്യുമെന്നാണ് ചിന്തിച്ചത്. ഞാനിത് ഹൈറാർക്കിയോട് ചോദിക്കുവാനായിട്ടൊക്കെ ഇടയായി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് അവിടെ ഹൈറാർക്കി അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വിഷയം ഇങ്ങനെ ഉന്നയിച്ചപ്പോൾ എന്നോട് ഹൈറാർക്കി എന്നോട് ചോദിക്കുകയാണ്, അച്ഛൻ ഇതിനോട് ചോദിച്ചായിരുന്നോ? അപ്പൊ ഞാൻ പറഞ്ഞു ചോദിച്ചിട്ടാ ചെയ്തത് തിരുമേനി എന്ന് പറഞ്ഞു. അപ്പൊ തിരുമേനി ഇങ്ങനെ തിരിച്ചിട്ട് തിരുമേനി തന്നെ അവരോട് പറയുകയാണ്, അച്ഛൻ ചോദിച്ചിട്ടാ ചെയ്തതെന്ന് പറയുന്നത് ചോദിച്ചത് എന്നോടല്ല, ചോദിക്കേണ്ട ആളോട് ചോദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് ചുരുക്കി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിരന്തരമായി ദൈവത്തോട് ചോദിക്കുവാൻ നാം എടുക്കുന്ന സാധ്യതകൾ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാണ് എടുക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടാകട്ടെ. ഓരോ തീരുമാനങ്ങളും എടുക്കുമ്പോൾ, ഓരോ ആക്ഷൻസും നാം നടത്തുമ്പോൾ, നമ്മുടെ ഓരോ ചിന്തകളും നമ്മൾ എടുക്കുമ്പോൾ അവിടെ നിൽക്കുന്നത് ക്രിസ്തുവാണ്. നാം ക്രിസ്തുവായി മാറിയിരിക്കുന്നു. ക്രിസ്തു ആണെങ്കിൽ എങ്ങനെയാണ് ഈ തീരുമാനം എടുക്കുന്നത് എന്നുള്ള ചോദ്യത്തിലേക്ക് വരുവാൻ മോശ നമുക്ക് ന്യായപ്രമാണത്തിലൂടെ, കൽപ്പനകളിലൂടെ ലോകത്തിന് വേണ്ടി ദൈവം നമ്മളോട് സംസാരിക്കുന്ന നിലയിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. അതിനായി നോമ്പ് ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാക്കുകളും ചുരുക്കി ഒരു നിമിഷം നമ്മുടെ തലകളെ നമുക്ക് ആത്മശരീര മനസ്സുകളാ ദൈവമായ കർത്താവേ, 2025 ഞങ്ങൾ വീണ്ടും നിന്റെ സന്നിധിയിൽ ഈ വലിയ നോമ്പിനോട് ചേർന്ന് വരുന്നുവല്ലോ. കർത്താവേ, ഈ ഭൂമിയിൽ ഞങ്ങളെ നീ ആക്കി വെച്ചിരിക്കുന്ന നിന്റെ സ്നേഹത്തെ പ്രതിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയും. അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഓട്ടം പൂർത്തിയാക്കുവോളം സ്നേഹത്തോടും സന്തോഷത്തോടും നിന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് ചെയ്യുവാൻ ഞങ്ങളെ അവർ നിർദ്ദേശിച്ചിരിക്കുന്നുവല്ലോ. കർത്താവേ, ആ യാത്രയിൽ ഞങ്ങൾ നിയമം മറക്കുന്നുവെങ്കിൽ, നീ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ മറന്നു പോകുന്നുവെങ്കിൽ മോശ ഞങ്ങളോട് പറയുന്നു, നോമ്പിലോടും ഉപവാസത്തിലൂടും നിനക്ക് തിരിച്ചു എടുക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും മോശ നമ്മളോട് കൽപ്പിക്കുന്നു, തിന്മയിലൂടെയല്ല, മറിച്ച് ലോകത്തിൽ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു മുൻപോട്ട് പോകുവാൻ 40 ദിനവും 40 രാവും വീണ്ടും നോമ്പ് നോക്കുന്നു. വീണ്ടും നമ്മളോട് മോശയുടെ ജീവിതത്തിലൂടെ കൽപ്പിക്കുന്നു, കർത്താവ് നമ്മുടെ വചനങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ കേട്ട് നമ്മളോട് ആയിരിക്കാൻ തക്കവണ്ണം അവൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനാൽ നാം വീണ്ടും നോമ്പിലൂടെ ഉപവാസത്തിലൂടെയും കടന്നു പോകുന്നു. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിലൂടെ ഒരിക്കൽ പോലും നഷ്ടപ്പെടാതെ ക്രിസ്തു എന്ന കണ്ണിലൂടെ, ക്രിസ്തു എന്ന കണ്ണാടിയിലൂടെ ഈ ലോകത്തെ കാണുവാൻ, ക്രിസ്തുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ നാം ചെയ്തു തീർക്കേണ്ടതിനെ കാണുവാൻ തക്കോണം അവനിലൂടെ ലോകത്തെ കാണുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവന്റെ സ്നേഹം എല്ലാവരിലും വ്യാപരിപ്പിക്കുവാൻ തക്കോണം, അവന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലായി നമ്മെ കാണുന്നവർ ക്രിസ്തുവിന്റെ മുഖം കണ്ടു എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മുടെ ചലനങ്ങളിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ അതിന് സാധ്യമാകട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എന്നാലോ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെ
ദൈവസന്നിധിയിൽ പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കാം. അതിനായിട്ടാണല്ലോ നമ്മളെ ദൈവം നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാനായി നമ്മളോട് പറയുന്നത്. അജ്ഞതയിലൂടെയല്ല, ദൈവം നൽകിയിരിക്കുന്ന ജ്ഞാനത്തിലൂടെ നമ്മുടെ തെറ്റുകളെ പൊറുക്കുവാൻ തക്കവണ്ണം അവനോട് ക്ഷണം അപേക്ഷിക്കാം. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാം. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധവുമായി സ്തോത്രം സമർപ്പിക്കുന്നു. ആര് ദൈവമാതാവ് സർവപരിശുദ്ധമാടി ശുദ്ധിമതികളുടെയും മധ്യസ്ഥകളാലും പ്രാർത്ഥനകളാലും തന്നെ